ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതേ എന്നത്തെ പോലെ ഇവിടെ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ മേടിച്ചതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒന്ന് ഇവിടുത്തെ അത്തമ്മയുടെ ആണ്ടാണ്. പിന്നെ എല്ലാ വർഷവും നമ്മളിതുപോലെ അത്തമ്മക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറ് കേട്ടോ. അപ്പോൾ അത്തമ്മക്ക് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നത് തിക്കിടിയോടാണ് കേട്ടോ. പിന്നെ നമ്മൾ തിക്കിടി ഇടയ്ക്കാണല്ലോ ഉണ്ടാക്കിയത്. പിന്നെ അതെന്നെ കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ടാണ് തിക്കിടി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചുട്ട ചപ്പാത്തി മേടിച്ചിട്ടോ. ഇച്ചുവിന് 1 വയസ്സ് കഴിഞ്ഞിട്ടാട്ടോ അത്തമ്മ മരിക്കുന്നത്. ഇപ്പോൾ 9 വർഷം ആയിട്ടുണ്ട് കേട്ടോ അത്തമ്മ മരിച്ചിട്ട്. അപ്പോൾ അതേ ചിക്കനൊക്കെ വേഗം ഉച്ചക്കായപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തിന് വെച്ചാൽ മതി ഓർത്ത് ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എപ്പോഴും വെക്കുന്ന വെച്ചിട്ട് കിഴങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടമാണ് കേട്ടോ. ചിക്കന് ഇറച്ചിയായിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇച്ചിരി കിഴങ്ങും കൂടെ കൂട്ടിയാട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ പാത്തു ഇതേ ഇക്കാക്കന്മാരെല്ലാം താഴത്തേക്ക് പോയോണ്ട് അലമ്പായിട്ടിരിക്കാണ്ട് അവളെ ഞാൻ അടുത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന സമയത്തിന് പാത്തു ഒരു 1.5 പണി എനിക്ക് തന്നിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതെന്താണെന്നില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അത് എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ കഴുകി വരച്ചിട്ടുണ്ടെങ്കിൽ വേഗം കിഴങ്ങും സബോളൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ. ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഇതെല്ലാം അരിഞ്ഞ് വെക്കാറുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടാണ്. കാരണം ഫ്രിഡ്ജിനകത്ത് സബോള തോല് കളഞ്ഞ് കുറച്ച് നേരം നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് നമ്മൾ സബോള തോല് കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നീറൂല എന്ന് കണ്ട ഒരു ടിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ണ് നീറിയിട്ടേ ഉണ്ടായിരുന്നില്ലേ. നമ്മൾ ഫ്രീസറിനകത്താണെങ്കിലും കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. അരമണിക്കൂർ വെക്കണ്ടേ ഫ്രീസറിൽ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അരിയാനെടുത്ത് കഴിഞ്ഞാൽ കണ്ണ് നീർത്തേ ഇല്ല കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാത്തു എനിക്ക് തന്ന പണി. അവൾ അവിടെ ഇരുന്നപ്പോൾ ബർണർ എങ്ങാണ്ട് ഊരി ഒന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കത്തിച്ചപ്പോൾ ബും എന്നൊരു ഒച്ച കേട്ടു. വലിയ ഒച്ചയില്ല കേട്ടോ. പക്ഷേ അത് ബർണർ ലൂസായതുകൊണ്ട് ആ ഗ്യാസ് ശരിക്കും തുളൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അതിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും, പക്ഷേ നമുക്ക് അവിടെ കത്തിക്കുമ്പോൾ അറിയാൻ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ലൂസായിട്ടിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ശരിയാക്കി. പിന്നെ ഈ അടുപ്പ് എപ്പോഴും നമ്മളിപ്പോൾ എന്തെങ്കിലും പാത്രമൊക്കെ വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒച്ച വരാറുണ്ട്. പിന്നെ നമുക്ക് പേടിയൊന്നും വരാറില്ല ഇങ്ങനെ കത്തിക്കുന്നതുകൊണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിക്കുക. എഡിറ്റ് ചെയ്തപ്പോൾ ഇത്രയും തീയതിന്ന് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നാൽ കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ വേഗം അടുപ്പത്ത് വെച്ചിട്ട് വേണം നമുക്ക് റൂമൊക്കെ പോകാനായിട്ട്. ഇതൊന്ന് ആക്കി വെക്കണമെങ്കിൽ അവിടെ കിടന്ന് ആയിക്കോളല്ലോ എന്നൊത്ത് വേഗം ആക്കിയതാണ് കേട്ടോ. അപ്പോൾ പാത്തും അതേ കാക്കന്മാരെ കൂടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും നേരം എൻ്റെ തലയിലായിരുന്നു. ഇപ്പോൾ അവൾ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് അടുത്ത പണി പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പപ്പടം പൊരിച്ച് വെച്ച പാത്രമാണ്. അതെല്ലാം കൂടെ മറിച്ച് നിലത്തിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പണി തരാൻ പറ്റും അതെല്ലാം പുള്ളിക്കാർ ചെയ്ത് വെക്കും. പൊരിച്ച് 2-3 പപ്പടെങ്കിലും പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ അതും തൂത്തുവാരി കളഞ്ഞിട്ടുണ്ട്. കാരണം വഴക്ക് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പാത്തുവിന് വഴക്ക് പറയുമ്പോൾ അപ്പം ചിരി വരും കേട്ടോ. കാരണം അവൾ അതുപോലെ ആയിരിക്കും നമ്മൾ കണ്ണുർട്ടി നോക്കുന്നത്. നമ്മൾ അവളെന്തോ ചെയ്ത പോലെയാണ് അവളുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അതും തൂത്തുവാരി കഴിഞ്ഞ് അവൾ അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിക്കുന്ന മുളക് പൊടി ഇപ്പോൾ ഭയങ്കര എരിവാണ്. അപ്പോൾ ഞാൻ അത് മുളക് പൊടി കുറച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ തീരെ കളർ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് കളറായിക്കോട്ടെ എന്നിട്ട് ഇച്ചിരി മുളക് പൊടി കൂട്ടിയിട്ടുണ്ട്. ആ കൂട്ടിയിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ കുറച്ച് ഞാൻ ഇച്ചുവിൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോ. കാരണം ഇത്രയും ദിവസം ഞാൻ എരിവില്ലാതെ ഇട്ടിട്ട് പിന്നെ എരിവാക്കിയപ്പോൾ അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്കാണെങ്കിലും എരിവില്ലാതെ കഴിച്ച് ഇപ്പോൾ എരിവാകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ കളറില്ല എന്നും പറഞ്ഞിട്ട് ആക്കിയിട്ടാണ്. എന്നാലും ഒരുപാട് പിള്ളേർ കാണിച്ചത്ര എരിവൊന്നും എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പിള്ളേർക്ക് അതങ്ങനെ കഴിച്ചിട്ട് തോന്നിയതായിരിക്കാം. അപ്പോൾ ഈ ചിക്കൻ എല്ലാം എടുത്തിട്ട് ഞാൻ വേഗം ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം കോരുമ്പോൾ അണ്ടാവിനകത്ത് വെള്ളം കയറ്റി വെക്കും. കാരണം ഇതുപോലൊക്കെ നമുക്ക് മെത്തി ഒഴിക്കാൻ എളുപ്പത്തില്ല. ഇല്ലേ കപ്പിൽ ഇങ്ങനെ കൊടുന്ന് വയ്ക്കുമ്പോൾ പ്രാന്ത് വരും കേട്ടോ. അത് ഞാൻ അണ്ടാവ് അടുത്ത് എപ്പോഴും വെക്കാറുണ്ട്. പിന്നെ ഈ പണിയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം കുടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണിയുടെ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ദാഹം ഉണ്ടാവില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ടന്നിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വയറിനൊരു ആശ്വാസമാണ് കേട്ടോ അങ്ങനെ വെള്ളം കുടിക്കുന്നത്. കാരണം ചിലർക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര വെള്ളം വായ വെക്കുമ്പോഴേക്ക് ഛർദ്ദിക്കാൻ വരുന്നവരുണ്ടാവും. എനിക്ക് ആ ഒരു പരിപാടിയില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണേ. നമ്മളിവിടെ തൊട്ട് മുകളിൽ ഇങ്ങനെ ബൾബ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുകളിലൊന്നും താമസക്കാരൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലും അങ്ങോട്ട് നോക്കുമ്പോഴൊക്കെ പോസ്റ്റിലൊക്കെ വെട്ടമുണ്ട് കേട്ടോ. എന്നാലും ആളില്ല സ്ഥലത്തോട്ട് നോക്കണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് നോക്കും. എനിക്ക് അങ്ങോട്ട് നോക്കിയില്ല സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലായിടത്തും ചുറ്റിനൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിൽക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഓതാനിരിക്കുന്ന സമയത്ത് പാത്തുവിനെ അവൾക്കും ഓതാനായിട്ട് എന്തെങ്കിലും വേണം നിർബന്ധമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ ബുക്ക് പിള്ളേർ ഞാൻ എടുത്ത് കൊടുക്കണ്ട ഖുർആനാന്നും പറഞ്ഞ് ആളതെല്ലാം വെച്ചിട്ട്. അപ്പോൾ ആൾക്ക് വേറൊരു നിർബന്ധമുണ്ട്, മക്കനൊക്കെ ഇട്ടിട്ടിരിക്കണം. അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു മക്കനെല്ലാം ഇടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഓതിക്കൊണ്ട് അവിടെ ഇരുന്നു. ഓതാനൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുഷു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഫസൽ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഓത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ചൂടാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ അപ്പോഴേക്ക് ഇച്ചു വിശന്ന് വന്ന് ഇച്ചു വേഗം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയും ആവശ്യമുള്ള കഴിച്ചോളാൻ പറയും. ചുട്ടതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, കൂടുതലും ചൂടാത്താണ് ഈ കൂടെ മേടിക്കാറ്. അപ്പോൾ പിള്ളേർ പറഞ്ഞ ചുട്ട ചപ്പാത്തിയാന്ന് പറഞ്ഞുകൊണ്ട് അത് വേഗം എന്നാൽ കാസറോളിനകത്തോട്ട് മാറ്റാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. 4 കൂടെ മേടിച്ചിട്ടുണ്ട്. കാരണം നല്ല ചില ചപ്പാത്തി ഭയങ്കര ഒരു ചവറ് പോലെ ഇരിക്കുക. അപ്പോൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് നല്ല മയമുള്ള ചപ്പാത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിള്ളേർ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ബാക്കി എല്ലായിടത്തും പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് പാത്തു വരുന്നുണ്ട്, അവൾക്ക് പിച്ചി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കിഴങ്ങ് മാത്രം ഞരടിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ അവൾക്കും കഴിക്കാൻ കൊടുത്ത് അവന്മാർ കഴിക്കുവാണെങ്കിൽ കൂടെ അവളും കൂടെ ഇരുന്ന് കഴിച്ചോളെ. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നില്ല, സന്ധ്യയൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഇടിച്ചു കുത്തിയ പോലെ ഒരു വരവ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല തുണിക്കൊണി കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും പാത്രത്തിലാക്കി. പിന്നെ അതിൻ്റെ കവർ ഞാൻ കളയാറില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ മാവൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ബാലൻസ് വരുവാണെങ്കിൽ അതിലിട്ട് വെച്ചാൽ കേടാവത്തില്ല കേട്ടോ. കാരണം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കുഴച്ചോ അരിപ്പൊടിയാണെങ്കിലും കുഴച്ച് എന്താണെങ്കിലും കുഴപ്പമില്ല, ഒക്കെ ആക്കി വെക്കാനും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചിക്കനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുരട്ടി കൂട്ടി വെക്കണം, പാത്രത്തിൽ കൂട്ടി വെച്ചില്ലെങ്കിലും ഈ കവറിനകത്ത് കൂട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഫ്രീസറിനകത്ത് ചിലപ്പോൾ പാത്രങ്ങളൊന്നും കയറത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചിട്ട് ആക്കി വെച്ചാൽ ഫ്രീസറിൽ സുഖമായിട്ട് വെക്കാൻ പറ്റും, നമുക്ക് എടുക്കാനും എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ കളയത്തില്ല, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തുവിന് കൊടുത്ത് മതിയെന്നും പറഞ്ഞ് കൊണ്ട് തന്നോർത്ത് ഞാൻ പാത്രം കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് എന്ത് കഴിച്ചാലും സലാഡ് നിർബന്ധമാണ്. അപ്പോൾ ഇക്കാക്കുള്ള സലാഡ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇന്നലെ കൊണ്ടുവന്ന റംബൂട്ടാനാണ് കേട്ടോ, ഭയങ്കര പുളിയാന്ന് പറഞ്ഞു. പക്ഷേ അത് മധുരമൊക്കെ വെച്ചിട്ട് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങച്ചാറും പിന്നെ ചാമക്കച്ചാറൊക്കെ തീർന്നു കേട്ടോ. പിന്നെ റംബൂട്ടാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റംബൂട്ടാൻ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കിട്ടാൻ പഞ്ഞമില്ല. വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ അവർ നിനക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. കാരണം അവിടെയൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം, ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ നട്ടിട്ടില്ല കേട്ടോ. നമുക്ക് സമയം കിട്ടുമ്പോൾ എന്തായാലും നട്ടു വെക്കാം. അതെങ്ങനെ മുളച്ച് വന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചും കൂടെ തരാം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനും കൂടെ കഴിക്കാനിരിക്കണം. ഇക്ക വരെ നോക്കിയിരുന്നില്ല കേട്ടോ. ഇക്ക വരുമ്പോൾ ചിലപ്പോൾ താമസിക്കുമെന്ന് ഓർത്ത് ഞാൻ വേഗം കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നേ. ചിലപ്പോൾ പിന്നെ ഇക്ക വരാൻ നോക്കി നിൽക്കാറില്ല കേട്ടോ, ഞാൻ വേഗം കഴിക്കാനിരിക്കുക. കാരണം ഇക്ക വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരുന്ന സമയം കളയും. അതുകൊണ്ട് ഞാൻ വേഗം കഴിക്കാനിരിക്കട്ടോ. അതുകൊണ്ട് ഞാൻ കഴിച്ച ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇക്ക മാത്രമേ കഴിക്കാറുള്ളൂ. ഞാനൊക്കെ വേഗം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അപ്പുറത്ത് നിന്ന് കഴിക്കട്ടെ. എനിക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എനിക്ക് മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കാൻ നിന്നാൽ ഒരു തൃപ്തി തോന്നില്ല കേട്ടോ. ഞാൻ മേശപ്പുറത്തൊന്നും പോയിരുന്ന് കഴിക്കാറില്ല. ആദ്യം ഞാൻ മുറിയിൽ മേശപ്പുറത്ത് പോയിരിക്കുകയായിരുന്നു ഫോണൊക്കെ നോക്കി. ഇപ്പോൾ അതിനും താല്പര്യമില്ല കേട്ടോ. വേഗം ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് എണീറ്റ് പോവുക, അതാണിപ്പോൾ മെയിൻ പരിപാടിയെ. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ നല്ലതായിട്ട്. പിന്നെ കാണാം, ബായ്.